നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിലെ 21ാം ഡിവിഷനിൽ ചമ്പമല അംഗൻവാടിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 135ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന റാലിയും നെഹ്റുവിനെ കുറിച്ചുള്ള ക്ലാസും നടന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ അംഗൻവാടി ടീച്ചർ അശ്വതി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ PC ഭാസ്കരൻ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകാശൻ മൂക്കങ്കാവിൽ അധ്യക്ഷത വഹിച്ച യോഗം ശിശുദിന സന്ദേശം അഡ്വക്കേറ്റ് രാമൻ മാഷ് നൽകി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് S രാജൻ സംസാരിച്ചു. ജഗരാജ് ചാച്ചാജി ജനകോടികളോട് രാജി പൂവിൽ ചങ്ങാതി ജയ് ചാച്ച നെഹ്റുജി ജയ് ജയ് ചാച്ച നെഹ്റുജി. അതുപോലെ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു അതിഥിയുണ്ട്, നമ്മുടെ രാമൻ മാഷ്, രാജനേട്ടൻ. അതുപോലെ നമ്മുടെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ. നമുക്കറിയാം ഇന്ന് സ്കൂളുകളിലും അതുപോലെ തന്നെ ഇന്ന് കുട്ടികളുടെ ദിനമാണ്. അപ്പോൾ ഈ നവംബർ 14 ശിശുദിനം ആഘോഷിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ അംഗൻവാടിയിലേക്ക് ഈ കാര്യപരിപാടിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ 135ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് കുഞ്ഞു കുട്ടികളെയാണ്. കുഞ്ഞു കുട്ടികളെയും പനിനീർ പുഷ്പത്തെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും പകരുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാർ നമുക്ക് തന്ന ആ ഊർജമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ ആദർശങ്ങളും അവരുടെ കരുത്തുമാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ന് നമ്മൾ ആഹ്ലാദപൂർവ്വം വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കൊക്കെ ഒത്തിരിയേറെ പ്രചോദനം തരുന്ന ഒന്നാണ്. നെഹ്റു കുട്ടികളെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു, ഒപ്പം തന്നെ റോസാപ്പൂക്കളെയും ഇഷ്ടപ്പെട്ടിരുന്നു. കുട്ടികളെ സ്നേഹിക്കുന്നതിനും ഇഷ്ടപ്പെടുന്നതിനും അവരുമായി കൂടുതൽ സമയം ഇടപഴകുന്നതിനും ഒത്തിരിയേറെ സമയം കണ്ടെത്തിയിരുന്ന ഒരു വലിയ ദിവ്യ വ്യക്തിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഉൾപ്പെടെ പ്രതീക്ഷിതമായ പരീക്ഷ ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത്. സ്വാഭാവികമായും നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു രാജ്യം രൂപം കൊള്ളുമ്പോൾ ഇപ്പോഴേ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്കും ഒരുപോലെ കഴിയാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ, മതേതര ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നെഹ്റു സംഭാവന അത് വളരെ വലുതാണ്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.